VP മുസ്തഫ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നതും BJP പറയുന്നതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ മുനമ്പത്തുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ കമ്മീഷന് തുടർച്ചയുണ്ടാകാൻ കോടതിയുടെ അനുമതി കിട്ടുക എന്ന് പറയുന്നത് സർക്കാരിന് വലിയ തോതിൽ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. നിയമപരമായ റൈറ്റ്, മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ നിയമപരമായ റൈറ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ കമ്മീഷന്റെ രൂപീകരണത്തിന്റെ ഏറ്റവും വലിയ സദുദ്ദേശം എന്ന് പറയുന്നത്. അതിപ്പോൾ വഖഫ് ബിൽ നിയമമായതോടുകൂടി ആ റൈറ്റ് പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് BJPയുടെ അവകാശവാദം. സർക്കാർ ഇതിനു മുൻപ് ചെയ്യേണ്ടിയിരുന്ന കാര്യം ഇനിയെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും പൂർത്തിയാക്കണം. അത് സർക്കാരിന്റെ കോർട്ടിൽ മാത്രമുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, നേരത്തെ ഷിബു മീരാൻ ചൂണ്ടിക്കാണിച്ചു, ഇതിന്റെ ചട്ടം രൂപീകരിക്കപ്പെടണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും നിയമത്തിന്റെ വഴിയിൽ ചട്ടപ്പടിക്ക് പൂർത്തിയാകണം. ആ കാലതാമസം എന്ന് പറയുന്നത് സർക്കാരിന്റെ തലയിലേക്ക് വരുമോ? അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് വരുമോ? ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് 3 ആഴ്ച മുമ്പ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയപ്പോൾ വലിയ ആഘോഷമായിരുന്നു. സർക്കാരിന് തിരിച്ചടി, വലിയ നിലയിൽ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടിയെയും ആക്ഷേപിക്കുകയുണ്ടായി. പക്ഷെ ഇന്നിപ്പോ അവിടെ തന്നെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് വിധിയെ റദ്ദാക്കുകയും സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ 2024 നവംബറിൽ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. സർക്കാരിന് അധികാരമുണ്ട് എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ പരാമർശം വളരെ മോശമായിരുന്നു. കാരണം അതൊരു ലീഗൽ ബേസിസും ഇല്ലാത്ത പരാമർശമായിരുന്നു. വേണ്ടത്ര മൈൻഡ് അപ്ലൈ ചെയ്തില്ല, യാന്ത്രികമായിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കിയത് എന്നൊക്കെയായിരുന്നു. അപ്പൊ ഇന്ന് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു, സിംഗിൾ ബെഞ്ചിന്റെ ആ നിരീക്ഷണങ്ങൾ യാതൊരു ലീഗൽ ബേസിസും ഇല്ലാത്ത ജനറലൈസ്ഡ് പെർസെപ്ഷൻസ് ആണ്. അങ്ങനെയൊന്നുമല്ല ഒരു ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇത് വിശദമായ വാദത്തിന് മാറ്റിവെച്ചുകൊണ്ട്, എന്നാൽ ഇന്ന് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനിപ്പോ നിശ്ചയിച്ച പ്രകാരം 2025 മെയ് വരെയാണ് ആ കമ്മീഷന്റെ കാലാവധി ഉള്ളത്. അവർക്ക് ആ പ്രൊസീജിയർ പൂർത്തിയാക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അപ്പോ ഗവൺമെന്റിന് ആശ്വാസമല്ല, ഗവൺമെന്റിന്റെ നിലപാടിനെ ശരിവെച്ചിരിക്കുകയാണ്. 3 ആഴ്ച മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, മെയ് അവസാനത്തോടു കൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നത്. മെയ് അവസാനം ഈ റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിന്മേൽ എന്തു ചെയ്യാൻ കഴിയും എന്നാണ് സർക്കാർ വിചാരിക്കുന്നത്? ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇതൊരു ഫാക്ട് ഫൈൻഡിംഗ് ആണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്ക്, ഇപ്പൊ ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലം മാധു വഖഫ് ഭൂമിയാണ്. ആ പള്ളി വഖഫായിരുന്നു. പക്ഷെ ഇവിടുത്തെ എല്ലാ നിയമവ്യവസ്ഥകളെയും കാറ്റിൽ പറത്തി ഈ രാജ്യത്തിന്റെ എല്ലാ സംഗതികളെയും വിലവെക്കാതെ അത് അടിച്ചു പൊളിച്ച് കൈയടക്കി കഴിഞ്ഞിട്ടില്ലേ ബലാത്കാരം ഉപയോഗിച്ചിട്ട്? അത് വഖഫ് ഭൂമിയായിരുന്നു. ഇവിടുത്തെ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ? ഇവിടെ കോടതിയും പട്ടാളവും സംരക്ഷണവും ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു വഖഫും ആ വഖഫിൽ നിന്നിരുന്ന ഒരു മുസ്ലിം ആരാധനാലയവും ബലം പ്രയോഗിച്ച് പൊളിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ എന്നിട്ട് ചെയ്തതെന്താ? അവിടെ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് പള്ളി കെട്ടാൻ വേറെ സ്ഥലം കൊടുത്തു. ആ സ്ഥലം ഏതാ മാധു? അത് വഖഫല്ല കേട്ടോ, അത് സർക്കാർ ഭൂമിയാ. സർക്കാർ ഭൂമിയാണ് പൊളിച്ചു കളഞ്ഞ ബാബരി മസ്ജിദിന് പകരം സ്ഥലം കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഈ പുതിയ വിധി നിയമം വെച്ചിട്ട്, ഈ പുതിയ ഭേദഗതി വെച്ചിട്ട് നാളെ ജില്ലാ കളക്ടർ പറയുകയാണ് അത് സർക്കാർ ഭൂമിയാണ്, അവിടെ കെട്ടിയ പള്ളി സർക്കാർ സ്വത്തിലാണെന്ന്. ഒരു 10ഓ 15ഓ കൊല്ലം കഴിഞ്ഞിട്ട് ഈ അയോധ്യയിലെ ഫൈസാബാദിലെ ജില്ലാ കളക്ടർക്ക് തോന്നിയാലോ? പണ്ട് അങ്ങനെ ഒരു ജില്ലാ കളക്ടർക്ക് തോന്നിയപ്പോഴാണ് അന്ന് വരെ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന പള്ളി അടച്ചുപൂട്ടേണ്ടി വന്നത്. മലയാളിയായ ഒരു ജില്ലാ കളക്ടറാണ് 1948 ബാബരി മസ്ജിദിൽ ആ പണി പറ്റിച്ചത്. അതുകൊണ്ട് നിയമം വെച്ചിട്ട് ഈ പുതിയ അപ്പൊ ഇവരിപ്പോ വലിയ സംരക്ഷണ നിയമം എന്ന് പറയുന്ന നിയമം രാജ്യത്തുണ്ടാക്കുന്ന വലിയ പ്രമാദമായിട്ടുള്ള വിഷയം ഇങ്ങനെയുള്ളതാണ്. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി തീർത്തതാണ് ആ നിയമം. അല്ലാതെ അത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഇവിടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം ഫാക്ട് ഫൈൻഡിങ് വേണം. 1952 ഈ പറയുന്ന സ്ഥലത്തുള്ള നമാനിയായ ഒരു മുസ്ലിം അവിടെ ഫറൂഖ് കോളേജിന് അതിന്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് ചെയ്തു കൊടുത്ത സ്ഥലം അത് വഖഫ് ഭൂമിയാണോ? അതല്ല വഖഫ് പ്രോപ്പർട്ടി ആണോ? അതല്ല ഗിഫ്റ്റ് ഡീഡാണോ? എത്ര വിധികൾ നിൽക്കുകയാണ്? ഏതെങ്കിലും ഒരു വിധിയിൽ അന്തിമമായ തീരുമാനം വന്നോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ, ഗിഫ്റ്റ് ഡീഡാണ് എന്ന തീരുമാനമുണ്ടെങ്കിൽ വഖഫ് ട്രിബ്യൂണൽ അംഗീകരിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡ് അത് അംഗീകരിച്ചിട്ടുണ്ടോ? പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ഈ വ്യവഹാരം വഖഫ് ബോർഡിന്റെ മുമ്പാകെ ഉണ്ടല്ലേ? അന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ വഖഫ് ബോർഡ് എടുത്ത നിലപാടെന്താ? ഇത് ഗിഫ്റ്റ് ഡീഡാണെന്നാണോ? ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് എടുത്ത നിലപാട് ഇത് ഗിഫ്റ്റ് ഡീഡാണെന്നോ? ഇപ്പൊ തന്നെ നോക്ക്, ഈ ഗവൺമെന്റ് ഇറക്കിയ ഈ ജുഡീഷ്യൽ കമ്മീഷനെതിരെ
കോടതിയിൽ പോയതാരാ? വഖഫ് സംരക്ഷണ സമിതി. വഖഫ് സംരക്ഷണ സമിതി വേറെ മതസ്ഥരായ ആളുകളല്ലല്ലോ അതിന്റെ പിന്നിലുള്ളത്. അതുപോലെ ഒരു അഹമ്മദ് ഷരീഫ് TK ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് ആദ്യം നവംബറിലെ സർക്കാർ നോട്ടിഫിക്കേഷനെതിരെ പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നത്. അപ്പൊ ഞങ്ങൾ മുസ്ലിം സംഘടനകളെല്ലാം ഇതാ സർക്കാരിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു എന്നൊക്കെ പറയുമ്പോഴും കിടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. വഖഫ് സംരക്ഷണ സമിതിയെ പോലെ ബന്ധപ്പെട്ട കേസിൽ ആ വിധിയിൽ തന്നെ വളരെ നിർണായകമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ സംഭവിച്ചത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിയമങ്ങളെല്ലാം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു നിയമ പോരാട്ടം നടന്നിരുന്നു എന്ന കാര്യം കൂടി പ്രത്യേകതയാണ്. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നിയമത്തിന് തന്നെ കൃത്യമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ പരിഗണന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ ഓർത്ത് പോവുകയാണ് എന്നത് പ്രധാനവുമാണ്. ഇപ്പോൾ